ഈ വീഡിയോ പരിശോധിക്കാൻ പോകുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പിണറായി 3.0 വരുമോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ LDF വീണ്ടും ഒരു തുടർ ഭരണം സാധ്യമാകുമോ എന്നുള്ളതാണ്. സാധ്യമാകണമെങ്കിൽ അവരെന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൂടിയാണ് ഈ വീഡിയോ പരിശോധിക്കുന്നത്. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഡാറ്റ തന്നെ പുറത്തേക്ക് വന്നിരുന്നു. നേരത്തെ ഞാനെടുത്ത വീഡിയോകളിൽ പറഞ്ഞ ഡാറ്റയുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല, ഏതാണ്ട് അതൊക്കെ കറക്റ്റ് തന്നെയാണ്. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞിരുന്നത് UDF 40%, അതുപോലെ LDF 35%, NDA 16%. പക്ഷേ ഇത്തവണ ഫൈനൽ കണക്കുകളൊക്കെ വന്നപ്പോൾ അതിൽ ചില കുറവുകളൊക്കെ ഉണ്ട്. പക്ഷേ ആ കുറവുകളെന്ന് പറയുന്നത് ഇവരൊക്കെ ബാക്ക് ചെയ്തിട്ടുള്ള ഇൻഡിപെൻഡൻസ് ഉണ്ട്, അവരെയൊന്നും കൂട്ടാതെയാണ്. പക്ഷേ പതിനായിരക്കണക്കിന് ഇൻഡിപെൻഡൻസിൻ്റെ കണക്കുകൾ കൂട്ടൽ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഇതിനേക്കാൾ ഒരു 1.5% കൂടാം. പക്ഷേ എങ്കിലും നമ്മൾ തൽക്കാലം ഇപ്പോൾ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിട്ടുള്ള കണക്കുകൾ മാത്രം നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണ്. അതിൽ 2021 ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. അന്ന് കറക്റ്റ് 2,08,00,000 ആളുകളാണ് വോട്ട് ചെയ്തത്. ആ 2,08,00,000 ആളുകൾ വോട്ട് ചെയ്തപ്പോൾ നിങ്ങൾ അറിയേണ്ടത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഞാൻ പറയണേ. 82,10,000 വോട്ടുകൾ UDF കിട്ടിയിരുന്നു. LDF കിട്ടിയത് 94,34,413 വോട്ടുകളാണ്. അതേസമയം NDA കിട്ടിയത് 26,10,069 വോട്ടുകളാണ്. ഇതാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ തവണ നടന്നിട്ടുള്ള ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ എന്താണ് വ്യത്യാസമുണ്ടായത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ആ വ്യത്യാസമുണ്ടായത് പരിശോധിക്കുന്നതിനെ മേക്കപ്പ് ചെയ്യാൻ കൂടി ഒരുപക്ഷെ LDF CPM ഒക്കെ കഴിഞ്ഞേക്കും. അതിനുവേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത് കൂടി ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നിങ്ങളോട് പറയാം. ഇത്തവണ UDF ലഭിച്ചേക്കുന്നത് ഏതാണ്ട് അതേ വോട്ടുകൾ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു 27,000 വോട്ടുകൾ മാത്രമേ കൂടിയിട്ടുള്ളൂ 2021 നിയമസഭയുമായിട്ട് കമ്പയർ ചെയ്താൽ. എന്ന് പറഞ്ഞാൽ 82,37,355 വരുന്ന വോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു 27,000 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ തവണ 82 ലക്ഷം തന്നെയാണ് കിട്ടിയത്. പക്ഷേ സ്വതന്ത്രന്മാരുടെ വോട്ടുകൾ കൂടി കൂട്ടുമ്പോൾ ചിലപ്പോൾ ഒരു 1-2 ലക്ഷം വോട്ടുകൾ കൂടിയേക്കാം. LDF പക്ഷേ കാര്യമായിട്ടുള്ള കുറവുണ്ടായി. LDF കുറവുണ്ടായത് 70,99,015 വോട്ടുകളാണ് ഇതുവരെ കിട്ടിയത്. അവർക്കും പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ 2-3 ലക്ഷം വോട്ടുകൾ കൂടിയേക്കാം. കാരണം ഇൻഡിപെൻഡൻറ്റും അതേഴ്സും കൂടി തന്നെ 27,81,000 വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഇവർ പിന്തുണച്ചിട്ടുള്ള സ്വതന്ത്രരുണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. NDA അവരുടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികൾ മാത്രം പിടിച്ചേക്കുന്നത് 31,21,335 വോട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ ഇവർ ഓരോരുത്തരും യഥാക്രമം പിടിച്ചേക്കുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 38.81 UDF പിടിച്ചതെങ്കിൽ 33.45% LDF പിടിച്ചത്. 14.71% NDA പിടിച്ചത്. എന്ന് പറഞ്ഞാൽ NDAയുടെ കാര്യത്തിൽ വോട്ടിങ്ങിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ചുരുക്കം. അതേഴ്സും അതുപോലെ ഇൻഡിപെൻഡൻസും കൂടി പിടിച്ചേക്കുന്നത് 27,81,240 വോട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ 13.03% അത് മുഴുവൻ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അതൊരു 9% ഉണ്ടാവുകയുള്ളൂ. ബാക്കി ഒരു 4%-ലധികം നേരത്തെ പറഞ്ഞ പോലെ ഓരോ പാർട്ടികൾക്കുമായിട്ട് ഏതാണ്ട് 1%-ലധികം കൂടാനാണ് സാധ്യത. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിലുള്ള കണക്കുകൾ. പക്ഷേ ഈ കണക്കുകൾ ഇങ്ങനെ പരിശോധിച്ചാൽ നമ്മൾ വിചാരിക്കും ദൈവമേ LDF ഒരു 24 ലക്ഷത്തോളം അല്ലെങ്കിൽ 70,99,000 എന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ്ട് 23 ലക്ഷത്തോളം വോട്ടുകൾ കുറഞ്ഞല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അങ്ങനെ മാത്രമല്ല, നമ്മൾ ഈ ഓരോ മണ്ഡലം വൈസും എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ ചില വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് കാണാം. അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. കാരണം ഇതെല്ലാം പരിശോധിക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ടത്, കഴിഞ്ഞ തവണ നമുക്കറിയാം 2021 2,08,00,000 പേരാണ് വോട്ട് ചെയ്തതെങ്കിൽ ഇത്തവണ വോട്ട് ചെയ്തത് 2,12,00,000 39,000 പേരാണ്. ഇതിൽ ഏറ്റവും ആദ്യത്തെ ഒരു 57 മണ്ഡലങ്ങളിൽ ഈ സമയത്ത് പോലും വളരെ കൃത്യമായിട്ടുള്ള മേൽക്കൈ LDF ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ചുരുക്കം. അതിൻ്റെ മുഴുവൻ ലിസ്റ്റുകളൊന്നും ഞാൻ വായിക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പയ്യന്നൂരിൽ 34,807 വോട്ടുകളുടെ ഭൂരിപക്ഷം അവർക്കുണ്ട്. അതുപോലെ തന്നെ കാഞ്ഞങ്ങാടുണ്ട്, തൃക്കരിപ്പൂരുണ്ട്, ഇതുപോലെ കല്യാശ്ശേരിയിലുണ്ട്, ധർമ്മടത്തുണ്ട്. ഇത്തരത്തിലുള്ള നിരവധി മേഖലകളിൽ തലശ്ശേരിയിലാണെങ്കിൽ 40,586 ഭൂരിപക്ഷമുണ്ട്. അങ്ങനെ കോഴിക്കോട് നോർത്തിലുണ്ട്, അതുപോലെ ഷൊർണൂരുണ്ട്, എലത്തൂരുണ്ട്. ഇത്തരത്തിൽ ഒറ്റപ്പാലം, ചിറ്റൂര്, തരൂര്, ഇങ്ങനെ നിരവധി മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളെല്ലാം എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ടത് ഒരു 36 മണ്ഡലങ്ങളിൽ, അതായത് കാഞ്ഞിരപ്പള്ളിയും ചേർത്തലയും കായംകുളവും മാവേലിക്കരയും പുനലൂരും ചാത്തന്നൂരും ആറ്റിങ്ങലും നെടുമങ്ങാടും തിരുവനന്തപുരവും പാറശാലയും കാട്ടാക്കടയും അടക്കം 36 മണ്ഡലങ്ങളിൽ വളരെ കൃത്യമായി പറഞ്ഞാൽ 5,000-ലധികം ലീഡുകളുണ്ട് ഈ പറയുന്ന LDF സ്ഥാനാർത്ഥികൾക്ക്. 36 എണ്ണത്തിൽ അവർക്ക് വളരെ കൃത്യമായ 5,000-ൽ പരം ലീഡുകളുണ്ട്. ഒരു 1,000-നും 5,000-നും ഇടയ്ക്ക് ലീഡുകളുള്ള ഒരു
14 മണ്ഡലങ്ങൾ കൂടി വേറെയുണ്ട്. അതിലൊന്ന് ബേപ്പൂരാണ്, ഗുരുവായൂരാണ്, വടക്കാഞ്ചേരിയാണ്, ഒല്ലൂരാണ്, നാട്ടികയാണ്, അതുപോലെ ആലപ്പുഴയാണ്, ഈ അമ്പലപ്പുഴയാണ്, ഇതുപോലെയുള്ള ചെങ്ങന്നൂരാണ്. ഇതുപോലെയുള്ള ഒരു 13 എണ്ണമുണ്ട് കൃത്യമായി പറഞ്ഞാൽ. കൊല്ലം, വർക്കല, കഴക്കൂട്ടം, അരുവിക്കര എന്നൊക്കെ പറയുന്ന 13 എണ്ണത്തിൽ വളരെ കൃത്യമായിട്ടുള്ള മുൻതൂക്കം എന്ന് പറഞ്ഞാൽ 5000-നും താഴെ 1000-ലധികം വോട്ടുകൾ അവർക്ക് ഭൂരിപക്ഷമുണ്ട് എന്ന് ചുരുക്കം. എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം 49 സീറ്റുകളിലേക്ക് അവർക്ക് അത്തരത്തിലുള്ള ഒരു ഭൂരിപക്ഷം ഈവൻ ഇത്ര പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിൽ പോലും നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു 1000-ൽ താഴെ മാത്രം LDFന് ഭൂരിപക്ഷം വന്നിട്ടുള്ള ചില മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളുടെ എണ്ണം 4 എണ്ണമാണ്. ഒന്ന് കുട്ടനാടാണ്. കുട്ടനാട് 503 വോട്ടുകളുടെ ഭൂരിപക്ഷമേ ഉള്ളൂ. പിന്നെ കൊട്ടാരക്കരയാണ്, അവിടെ 144 വോട്ടുകളുടെ ഭൂരിപക്ഷമേ ഉള്ളൂ. KN ബാലഗോപാൽ മത്സരിച്ച. ഇരവിപുരമാണ് 105 വോട്ടുകളുടെ ഉള്ളൂ. വാമനപുരത്ത് 905 വോട്ടുകളുടെയാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഭൂരിപക്ഷമേ അവർക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ 49-ഉം 4-ഉം നമുക്കറിയാം 53-ലേക്ക് എത്തിയിരിക്കുന്നു എന്ന് ചുരുക്കം. അപ്പോൾ ഇത് കൂടി കൂട്ടിവെച്ചാൽ ഇനി അടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതേവരെ ഭൂരിപക്ഷം കിട്ടാതിരുന്ന ചില സ്ഥലങ്ങളിൽ LDF ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് 3 മണ്ഡലങ്ങളാണ്. ഒന്ന് പാലായിൽ 1518 വോട്ടുകൾക്ക് അവർക്ക് ഭൂരിപക്ഷമുണ്ട്. കുണ്ട്രയിൽ 4258 വോട്ടുകൾക്ക് അവർക്ക് ഭൂരിപക്ഷമുണ്ട്. അതുപോലെ കോവളത്ത് 3621 വോട്ടുകൾക്ക് ഭൂരിപക്ഷമുണ്ട്. എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ 56 മണ്ഡലങ്ങളിൽ അവർ യഥാർത്ഥത്തിൽ ഇപ്പോൾ തന്നെ വളരെ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത് മനോരമയുടെ കണക്കുകൾ നമ്മൾ ആശ്രയിച്ചെങ്കിലും അതിനേക്കാൾ കുറച്ചുകൂടി സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ 56-57 മണ്ഡലങ്ങളുടെ കാര്യം കണക്കിലെടുത്ത് 56 മണ്ഡലങ്ങളിൽ കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷമുണ്ട്. ഇനി അടുത്തത് നമുക്ക് പരിശോധിക്കേണ്ടത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഒരു വളരെ 1000-ൽ താഴെ വോട്ടുകൾക്ക് LDFന് നഷ്ടപ്പെട്ട മണ്ഡലങ്ങൾ ഏതാണെന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ അറിയേണ്ടത് 6 മണ്ഡലങ്ങളുണ്ട്. 6 മണ്ഡലങ്ങളിൽ കേവലം 1000-ൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ ഉദുമ എന്ന് പറയുന്ന മണ്ഡലം 685 വോട്ടിനാണ്, അരൂർ 525 വോട്ടിനാണ്, കോന്നി 324 വോട്ടിനാണ്, അടൂര് 618 വോട്ടിനാണ്, കുന്നത്തൂർ 594 വോട്ടിലാണ്, ചിറയിൻകീഴ് 640 വോട്ടുകൾക്കാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ മണ്ഡലങ്ങളിലെ വോട്ടുകൾ കൂടി ചേർത്ത് വെച്ചാൽ അതിൽ ഒരു 1000-ഓ 1500 വോട്ടുകൾ കൂടി മറിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ 59-60 സീറ്റുകളിലേക്ക് യഥാർത്ഥത്തിൽ LDF എത്തിച്ചേരുമെന്ന് ചുരുക്കം. എന്ന് പറഞ്ഞാൽ അവർ ഇന്ന് മുതലേ പണിയെടുക്കാൻ തുടങ്ങിയാലോ അല്ലെങ്കിൽ ഒരു ഗംഭീരമായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയാലോ അവർക്ക് അതിജീവിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് 1000-ൽ താഴെ വോട്ടുകൾക്ക് LDF തോറ്റ സ്ഥലങ്ങളെക്കുറിച്ചാണ്. ഇനി നമുക്കൊരു 2000-ൽ താഴെ LDF തോറ്റിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അത് 4 എണ്ണവും കൂടിയുണ്ട്. ആ 4 എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊന്നാനിയാണ്, രണ്ടാമത്തേത് ഏറ്റുമാനൂരാണ്, മൂന്നാമത്തേത് ചങ്ങനാശ്ശേരിയാണ്, നാലാമത്തേത് നെയ്യാറ്റിൻകരയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു 4 എണ്ണവും കൂടി അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്ട് 63-64-ലേക്ക് കടക്കുന്നു എന്ന് ചുരുക്കം. അപ്പോൾ അത്തരത്തിലുള്ള മണ്ഡലങ്ങളിൽ തന്നെ നിങ്ങൾക്കറിയാം ഒരു ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളുടെ ഒരു വോട്ടിംഗ് പാറ്റേൺ ആകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അവിടെയൊക്കെ തന്നെ നാരോ മാർജിനിലാണ് അല്ലെങ്കിൽ അവർക്ക് അത് സീറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അവിടെയൊക്കെ പിടിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഇനി അടുത്തത് കുറച്ചുകൂടി ബുദ്ധിമുട്ടേണ്ടി വരും. പക്ഷെ ബുദ്ധിമുട്ടി പിടിക്കാൻ കഴിയുന്ന ചില മണ്ഡലങ്ങൾ കൂടിയുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5000-ലേറെ വോട്ടുകൾക്ക് ഇവർ പരാജയപ്പെട്ടിട്ടുള്ള 7 മണ്ഡലങ്ങൾ കൂടിയുണ്ട് എന്ന് നിങ്ങൾ അറിയണം. എന്ന് പറഞ്ഞാൽ 5000-ൽ താഴെ വോട്ടുകൾ നേടിയിട്ടുള്ള മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തളിപ്പറമ്പാണ്, അഴീക്കോടാണ്, അതുപോലെ കുറ്റ്യാടിയാണ്, കൊയിലാണ്ടിയാണ്, പൂഞ്ഞാറാണ്, പിന്നെ പത്തനാപുരമാണ്, അതുപോലെ വട്ടിയൂർക്കാവാണ്. ഈ പത്തനാപുരത്തൊക്കെ ഗണേഷ് കുമാർ ജയിക്കാൻ തന്നെയാണ് സാധ്യത എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പത്തനത്തിൽ കുറച്ചുകൂടി പ്രഗത്ഭരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ വരുമ്പോൾ നാച്ചുറലി അവിടെ വലിയ തോതിലുള്ള അഡ്വാൻറ്റേജ് ഇവർക്ക് ഉണ്ടാകും എന്നുള്ളത് ചുരുക്കം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്ര മാത്രമാണ്. എന്ന് പറഞ്ഞാൽ 70 മണ്ഡലങ്ങളിൽ ഇപ്പോൾ വളരെ കൃത്യമായി ഈ ഞാൻ നേരത്തെ പറഞ്ഞ 63 + 70 എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മണ്ഡലങ്ങളിലൊക്കെ തന്നെ, അതായത് നേരത്തെ നിങ്ങളോട് പറഞ്ഞു 49 എണ്ണത്തിൽ അവർക്ക് വലിയ മജോറിറ്റി ഉണ്ട്. ബാക്കിയുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ നേരിയ ഭൂരിപക്ഷത്തിനാണ് അവർ തോറ്റിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഭൂരിപക്ഷത്തിന് തോക്കുമ്പോൾ ആ വട്ടിയൂർക്കാവ് വരെ, അതായത് തളിപ്പറമ്പ് മുതൽ വട്ടിയൂർക്കാവ് വരെയുള്ള മണ്ഡലങ്ങളിൽ കൂടി 5000-ൽ താഴെയുള്ള വോട്ടുകൾ അവർക്ക് മറിക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2500 വോട്ടുകൾ വീതം ഓരോ മണ്ഡലത്തിലും മറിക്കാൻ കഴിഞ്ഞാൽ 70 എന്ന് പറയുന്ന ഒരു മാജിക് നമ്പറിലേക്ക് തീർച്ചയായിട്ടും LDF എത്തും. ഇത് യഥാർത്ഥത്തിൽ LDFന് മാത്രം ഗുണകരമായ ഒരു കാര്യമില്ല. കോൺഗ്രസിനും അതുപോലെ UDFനും ഒക്കെ തന്നെ ഈ മണ്ഡലങ്ങളിൽ ശ്രദ്ധ വെക്കുകയും തീർച്ചയായിട്ടും അവർ PC വിശ്വനാഥിൻ്റെ മണ്ഡലങ്ങളിലടക്കം LDF ലീഡ് നേടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട വലിയ ഒരു ആവശ്യമുണ്ട്. കാരണം കേവലം 4-5 മാസങ്ങൾ മാത്രമേ ആളുകളുടെ കയ്യിലുള്ളൂ എന്നുള്ളത് ചുരുക്കം.
ഇനി കുറച്ചുകൂടി ടഫായിട്ടുള്ള ഒരു ഏരിയയാണ്. പക്ഷേ ആ ഏരിയ എന്ന് പറയുന്നത് പോലും അസാധ്യമാകുന്ന ഒരു കാര്യമല്ല LDFനെ സംബന്ധിച്ചിടത്തോളം. അത് 10,000-ൽ താഴെ വോട്ടുകൾ നേടിയിട്ടുള്ള ഡിവിഷനുകളാണ്. ആ 10,000-ൽ താഴെ വോട്ടുകൾ നേടിയിട്ടുള്ള മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ, കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ന് പറഞ്ഞാൽ കണ്ണൂരാണ്, നാദാപുരമാണ്, കോഴിക്കോടാണ്, കോഴിക്കോട് സൗത്താണ്, തവനൂരാണ്, തൃത്താലയാണ്, അതുപോലെ തന്നെ തൃശ്ശൂരാണ്, വൈപ്പിനാണ്, കൊച്ചിയാണ്, ദേവികുളമാണ്, അതായത് പീരുമേടാണ്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ പീരുമേടാണ്, പിന്നെയും ഉണ്ട് തിരുവല്ലയുണ്ട്, ചവറയുണ്ട്, അതുപോലെ നേമമുണ്ട്. ഇങ്ങനൊരു 13 മണ്ഡലങ്ങളിൽ 10,000-ൽ താഴെ ഭൂരിപക്ഷം മാത്രമേ യഥാർത്ഥത്തിൽ ഈ പറയുന്ന 13 അടുത്ത് ഈ LDFന് കുറവുള്ളൂ. അപ്പോൾ അവിടെയും ഓരോ മണ്ഡലങ്ങളിൽ ഇപ്പോൾ മുതൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ 5 മാസങ്ങൾ കൊണ്ട് 1000 വോട്ട് വീതം ഓരോ മാസം നമുക്ക് മറിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ MLA-മാർ നടത്തിയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു 80-ഓ 83-ഓ സീറ്റുകളിലേക്ക് LDFന് എത്താൻ കഴിയും. അല്ലെങ്കിൽ ഇതേ പ്രവർത്തനം UDF നടത്തിയാൽ UDFിലേക്കും എത്താൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. പിന്നെ ഉള്ളത് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളൊരു ഏരിയയാണ്, പക്ഷെ അതും ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് 20,000-ലധികം വോട്ട് 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമുള്ള, എന്നാൽ ഒരു 15,000-ത്തിനടക്ക് അടുത്തൊക്കെ വരുന്ന വോട്ടുകളുടെ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളാണ്. അവിടെയും LDFന് തീരെ സാധ്യതയില്ല എന്ന് നമുക്ക് പറഞ്ഞു കളയാൻ പറ്റില്ല. 10,000-ന് മുകളിൽ വോട്ടുകളുള്ള മണ്ഡലങ്ങളാണ്. അതിൽ ഒരെണ്ണത്തിൽ മാത്രമാണ്, തിരുവമ്പാടിയിൽ മാത്രമാണ് 24,197 ഉള്ളത്. ബാക്കിയുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഒരു 10,000 12,000 അടുത്തൊക്കെ മാത്രമേ അവർക്ക് ഭൂരിപക്ഷമുള്ളൂ. ആ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് മാനന്തവാടിയാണ്, പേരാമ്പ്രയാണ്, ബാലുശ്ശേരിയാണ്, അതുപോലെ കുന്നമംഗലമാണ്, തിരുവമ്പാടിയാണ്. തിരുവമ്പാടിയിൽ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു, അവിടെ വലിയ മജോറിറ്റി UDFനുണ്ട്. 24,197 എന്ന് പറഞ്ഞ മജോറിറ്റി ഉണ്ട്. പിന്നെ താനൂരാണ്, അവിടെ 16,763 ഉണ്ട്. പക്ഷെ അതൊക്കെ സ്ഥാനാർത്ഥികൾ മാറി വരുമ്പോഴേക്കും എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് അറിയില്ല. കാരണം അവിടെയൊക്കെ തന്നെ താനൂരടക്കമുള്ള മേഖലകളൊക്കെ തന്നെ മുസ്ലിം ലീഗിനും അതുപോലെ തന്നെ UDFനും ഒക്കെ വലിയ പ്രാമുഖ്യമുള്ളതാണ്. പക്ഷേ LDFൻ്റെ ചില തന്ത്രങ്ങളും സ്വതന്ത്രമായിട്ടുള്ള സ്ഥാനാർത്ഥികളൊക്കെ വരുമ്പോൾ വലിയ മാറ്റങ്ങളുണ്ടാവും. പിന്നെ പട്ടാമ്പിയാണ്, അതുപോലെ കളമശ്ശേരിയാണ്. കളമശ്ശേരിയിൽ നമുക്കെല്ലാം അറിയുന്ന പി രാജീവ് മത്സരിക്കുന്നൊരു മണ്ഡലമാണ്. അവിടെയും 14,242 വോട്ടിൻ്റെ ഭൂരിപക്ഷം യഥാർത്ഥത്തിൽ UDFനുണ്ട്. പക്ഷേ അത് പി രാജീവ് മത്സരിക്കുമ്പോൾ എങ്ങനെയാകും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. കുന്നത്തുനാടാണ്, അതുപോലെ കോതമംഗലമാണ്. കോതമംഗലത്തൊക്കെ തന്നെ ഞാൻ സർവേ നടത്തിയിട്ടുള്ളൊരു മണ്ഡലമാണത്. ആ കോതമംഗലത്ത് 14,137 വോട്ടിൻ്റെ ഭൂരിപക്ഷം യഥാർത്ഥത്തിൽ UDFന് ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെ ആൻ്റണി ജോൺ എന്ന് പറയുന്ന ഒരു എക്സിസ്റ്റിംഗ് MLA മത്സരിക്കുകയാണെങ്കിൽ പലപ്പോഴും എതിർക്കുന്ന സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളത് നോക്കി മാത്രമായിരിക്കും അവിടെ UDFന് നേട്ടമുണ്ടാക്കാൻ കഴിയുക. പിന്നെ ഇടുക്കിയാണ്, അതുപോലെ തന്നെ റാന്നിയുണ്ട്, ആറന്മുളയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള 13ഓളം വരുന്ന മണ്ഡലങ്ങൾ വേറെയും ഉണ്ട് എന്നുള്ളത് ചുരുക്കം. ഞാൻ പറഞ്ഞു വന്നത് ഒരു 70, 80, 83ഓളം വരുന്ന സ്ഥലങ്ങളിൽ 10,000-ൽ താഴെ മാത്രം ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ ഫോക്കസ് ചെയ്താൽ പോലും, അല്ലെങ്കിൽ 5,000-ൽ താഴെയുള്ള മണ്ഡലങ്ങളിൽ ഫോക്കസ് ചെയ്താൽ പോലും ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയുന്ന വലിയ സാധ്യതകൾ LDFന് മുമ്പിലുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. സോ ഏറ്റവും കുറഞ്ഞത് ഈ 10,000 വോട്ടുകൾ അല്ലെങ്കിൽ 10,000-ന് മുകളിലേക്കുള്ള മണ്ഡലങ്ങൾ കൂടി എടുത്തു വെച്ചാൽ പോലും 96ഓളം വരുന്ന മണ്ഡലങ്ങളിൽ ഇപ്പോഴും സാധ്യതകൾ LDFന് ഒട്ടും കുറവല്ല എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും തന്നെ ഈ 2026-ലെ തെരഞ്ഞെടുപ്പ് ആർക്കെങ്കിലും ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കും, ഒരു കേക്ക് വാക്ക് ആയിരിക്കും എന്ന് നിങ്ങളാരും വിചാരിച്ചു കളയരുത്. അത് UDFനെ സംബന്ധിച്ചും LDFനെ സംബന്ധിച്ചും അവർ ഇതേവരെ പുറത്തെടുക്കാൻ കഴിയുന്ന എല്ലാ സാധ്യതകളെയും പുറത്തെടുത്തുകൊണ്ട് വലിയൊരു പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ഒരു തിരിച്ചടി പോലും യഥാർത്ഥത്തിൽ LDFനെ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി കാണാൻ, ഈ തെരഞ്ഞെടുപ്പിന് 2026 തെരഞ്ഞെടുപ്പിനെ കാണാൻ പ്രേരിപ്പിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെ മറികടക്കാനായിട്ട് തീർച്ചയായിട്ടും അപ്പുറത്ത് VD സതീശനൊക്കെ വലിയ കഠിനാധ്വാനം ചെയ്യും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. പക്ഷേ പാർട്ടി മെഷീനറി എന്ന് പറയുന്നത് ഏറ്റവും ഫലപ്രദമായി ചലിപ്പിക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ അമിത്ഷാ കേരളത്തിൽ BJPയേക്കാൾ ഗംഭീരമായി ചലിപ്പിക്കാൻ കഴിയുന്ന ഒരൊറ്റ പാർട്ടിക്കാണ്. അത് CPMനും LDFനുമാണ് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കമില്ല. അതുകൊണ്ട് CPM തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഈവൻ അതിലുള്ള ഘടകകക്ഷികളുടെ സീറ്റുകൾ പോലും നോക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു വലിയ പരിശ്രമത്തിനാണ് ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ആ പരിശ്രമത്തിൽ ആർക്കായിരിക്കും ഗുണം എന്നുള്ളത് എനിക്ക് പ്രവചിക്കുക വയ്യ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോഴും സാധ്യതകൾ ഏറെയാണ് LDFന് തുടർ ഭരണം വീണ്ടെടുക്കാൻ.